മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ വരദാനമാണ് തലച്ചോറ്. ആ തലച്ചോറിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ എല്ലാം ചിന്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. അത് നല്ല ചിന്തകളായിരിക്കും, അതായത് ഉയരത്തിലേക്കുള്ള ചിന്തകൾ. മോശമായ ചിന്തകളായിരിക്കും, താഴേക്കുള്ള ചിന്തകൾ. പക്ഷേ ഈ ചിന്തകൾ അമിതമായി കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്, ദുഃഖം വരാൻ സാധ്യതയുണ്ട്, ആകാംക്ഷ വരാൻ സാധ്യതയുണ്ട്, പിരിമുറുക്കം വരാൻ സാധ്യതയുണ്ട്. ആത്മഹത്യാ പ്രവണതകളടക്കം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടാം. മാനസിക രോഗമൊക്കെ ഇവിടുന്നാണ് ഉടലെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു വാസ്തുശില്പമാണ്. മനുഷ്യൻ്റെ ചിന്താമണ്ഡലം അതതിനെ കീഴ്പ്പെടുത്തുകയും അത് അതിനൊരു ഭാരമായി തീരുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അമിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകളുടെ ഭാരം കാരണം നമ്മൾ എല്ലാ നിലകളിലും ക്ഷീണിക്കും. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ശരീരത്തിൻ്റെ ആകമാനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഒരു ഊർജ്ജസ്വലത വരുള്ളൂ. കാരണം ശരീരത്തിനെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അപ്പോൾ തലച്ചോറിന് പിരിമുറുക്കം കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് വേഗം ക്ഷീണം വരും. തലച്ചോറിന് സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് എപ്പോഴും ഒരു പ്രത്യേക ഊർജ്ജസ്വലതയായിരിക്കും. ഇത് ഒരു യാഥാർത്ഥ്യമാണ്.